Students, in the last class we discussed about parallelograms. അപ്പോൾ നമുക്കറിയാം എന്താണ് പാരലലോഗ്രാം, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ അറിയാം. എന്താണ് പ്രത്യേകത? പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. നോക്കൂ, ഇതൊരു പാരലലോഗ്രാം ആണ് വിത്ത് വൺ ആംഗിൾ ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 60യും 60യും വരും. ഓക്കെ, ഇത് 60 ആണെങ്കിൽ ഇതും 60. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് വരിക? 120 120. ക്ലിയർ? അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 60 60 120 120. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് മാച്ചിങ് ആംഗിൾസ് എന്ന സെക്ഷനിലേക്കാണ്. അപ്പോൾ ഒരു രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈന് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, എന്തൊക്കെ ആംഗിൾസ് ഉണ്ടാകും, അവയിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെ എന്നൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രണ്ട് പാരലൽ ലൈൻസിനെ ഒരു സ്ലാൻഡഡ് ലൈന് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ എത്ര ആംഗിൾ ഉണ്ടാവും? ഓരോ പോയിന്റിലും 4 ആംഗിൾ വീതം, ടോട്ടൽ 8 ആംഗിൾസ് ഉണ്ടാകും. വെൻ എ ലൈൻ കട്ട്സ് അക്രോസ് എ പെയർ ഓഫ് പാരലൽ ലൈൻസ് 8 ആംഗിൾസ് ആർ ഫോംഡ്. ഇവിടെ നോക്കൂ, ഇവിടെ 4 ആംഗിൾ, ഇവിടെ 4 ആംഗിൾ. ഓക്കെ, ഇനി ഇൻ ഫിഗർ ബോട്ടം ലൈൻ മേക്സ് 4 ആംഗിൾ ആൻഡ് ടോപ്പ് ലൈൻ മേക്സ് 4 ആംഗിൾ. ഇനി ഇതിൽ വി ക്യാൻ പെയർ 1 ആംഗിൾ അറ്റ് ദ ബോട്ടം വിത്ത് 1 ആംഗിൾ അറ്റ് ടോപ്പ്. അപ്പോൾ ഇതിൽ താഴെയുള്ള ആംഗിളുകൾ മുകളിലുള്ള ആംഗിളുകൾ ഏറ്റവും പെയർ ജോഡികളാക്കാൻ കഴിയും. ഓക്കെ, ആ ആംഗിൾസിന് സം സച്ച് പെയേഴ്സ് ആർ ഈക്വൽ. ആ പെയേഴ്സ് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അവ രണ്ടും കൂടി കൂട്ടിയാൽ സപ്ലിമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിൽ മുകളിലെ 2 പെയർ എടുക്കുകയെന്നുണ്ടെങ്കിൽ 180 ആണ്, താഴത്തെ 2 പെയർ എടുക്കുകയെന്നുണ്ടെങ്കിൽ 180 ആണ്. അതേപോലെ ചെരിഞ്ഞ 2 പെയർ എടുക്കുകയെന്നുണ്ടെങ്കിൽ 180 ആണ്, ഇതും 180 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഉള്ള ഒരു ആംഗിളും മുകളിലുള്ള ഒരു ആംഗിളും എടുക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം ആയിരിക്കും. അതാണ് നമ്മളോട് പറഞ്ഞത് സം ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് അതേഴ്സ് ആർ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പാരലൽ ലൈൻസ് മറ്റൊരു ലൈന് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ്, പ്രധാനമായും 2 ടൈപ്പ് ആംഗിൾസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വൺ ഈസ് കറസ്പോണ്ടിങ് ആൻഡ് അതർ ഈസ് ആൾട്ടർനേറ്റ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് 2 പാരലൽ ലൈൻസ് ആണ്, ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അവയെ ഒരു സ്ലാൻഡഡ് ലൈൻ, ചെരിഞ്ഞ ലൈന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംഗിളാണ് ഈ മുകളിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഈ താഴെ അതേ ആംഗിളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ആംഗിളും എന്താണ്, സെയിം ആണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദീസ് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആർ കാൾഡ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ മറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്? ഇതിന് തൊട്ടുപുറത്തുള്ള ഈ ആംഗിൾ, ലെഫ്റ്റിലുള്ള ഈ ആംഗിളും താഴെ ലെഫ്റ്റിലുള്ള ആംഗിളും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിളാണ്. അതുപോലെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ, ഈ ആംഗിൾ എന്താണ്, താഴത്തെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെഫ്റ്റിലുള്ള ആംഗിളും മുകളിലെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴെ ലെഫ്റ്റിലുള്ള ആംഗിളും എന്താണ്, സെയിം ആണ്. അതുപോലെ ഇവിടെ റൈറ്റിലുള്ള ആംഗിളും താഴെ റൈറ്റിലുള്ള ആംഗിളും മുകളിലെ താഴെ റൈറ്റിലുള്ള ആംഗിളും എന്താണ്, സെയിം ആണ്. ഓക്കെ, അതാണ് ഈ കൊടുത്തിട്ടുള്ളത്, ഈ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടു, അതിൻ്റെ ലെഫ്റ്റിലുള്ള ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. അതുപോലെ ഈ ആംഗിളും സെയിം ആണ്. ഓക്കെ, ദീസ് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആർ കാൾഡ് എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഈ തരത്തിലുള്ള ആംഗിൾസിനെ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 ഫിഗേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? കറസ്പോണ്ടിങ് ആംഗിൾസിനെയാണ് ഈ 4 ഫിഗേഴ്സും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഓൾറെഡി അറിയാം, ഒരു മുകളിലെ ഈ 2 ആംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ, അതായത് ഈ ആംഗിളും കൂടി പരിഗണിക്കുകയാണെങ്കിൽ 180 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ. ആ ഒരു കൺസെപ്റ്റ് നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് പാർട്ടിലുള്ള ഈ ചിത്രത്തിൽ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അക്ഷരങ്ങളുടെ രീതിയിൽ പഠിക്കാനാണ്. അപ്പോൾ ലൈൻസിന് AB എന്നും PQ എന്നും പാരലൽ ലൈൻസിന് നെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലാൻഡഡ് ചെരിഞ്ഞ ലൈനിന് XY എന്ന് പേര് ചെയ്ത് നാമം കൊടുത്തിട്ടുണ്ട്, നെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PQവിനെ കട്ട് ചെയ്യുമ്പോൾ, XY കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപ്പർ റൈറ്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എബവ് PQ റൈറ്റ് ഓഫ് XYയും എബവ് AB റൈറ്റ് ഓഫ് XYയും സെയിം ആണ്. അതാണ് ഈ റെഡ് മാർക്കിലുള്ളത് ഫസ്റ്റ് ഫിഗർ.
In second, above PQ left of XY and above AB left of XY. അത് രണ്ടും സെയിം ആണ്, സെക്കൻഡ് റെഡ് മാർക്ക്. ഇനി തേർഡ് വൺ, ബിലോ PQ ലെഫ്റ്റ് ഓഫ് XY ആൻഡ് ബിലോ AB ലെഫ്റ്റ് ഓഫ് XY. തേർഡ് റെഡ് മാർക്ക്, അത് രണ്ടും സെയിം ആണ്, അതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ദെൻ ബിലോ PQ റൈറ്റ് ഓഫ് XY ആൻഡ് ബിലോ AB റൈറ്റ് ഓഫ് XY. അപ്പോൾ ഈ 4 പെയർ ഓഫ് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന കൺസെപ്റ്റ് നമുക്ക് തറോ ആയി മനസ്സിലിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ഇനി ഒരു ചെറിയൊരു ആൾട്രേഷനുള്ള ഒരു സംഭവമാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ സ്ലാൻഡഡ് ലൈനിൻ്റെ ഒരു ഭാഗത്താണ് വരിക. ഇനി ആൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ലാൻഡഡ് ലൈനിൻ്റെ റൈറ്റിലാണെങ്കിൽ മറ്റത് ലെഫ്റ്റിലായിരിക്കും. ഓക്കെ, അതാണ് ഈ ടൈപ്പ് കാണുന്നത്. നോക്കൂ, സ്ലാൻഡഡ് ലൈനിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ഇവിടെ അടിയിൽ ബോട്ടം ലൈനിൽ റൈറ്റിലാണെങ്കിൽ ടോപ്പ് ലൈനിൽ ലെഫ്റ്റിലാണ് എടുക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മുകളിലാണ്, ഇത് താഴെയുമാണ്. ഓക്കെ, അതിന് ആൽഫബറ്റ് ആംഗിൾസിലൂടെയാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് മനസ്സിലാക്കുന്നത്. ഈ ലെറ്റർ എൻ കണ്ടോ, എൻ ഷേപ്പിലുള്ളത്, അല്ലെങ്കിൽ ഇതിനെ സെഡ് ഷേപ്പ് എന്നൊക്കെ പറയാം. ഇത് നിവർത്തി വെച്ചാൽ സെഡ് ഷേപ്പാണ്. അതിൻ്റെ കോർണേഴ്സിലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ കോർണേഴ്സിലുള്ള ഈ 2 ആംഗിൾ സെയിം ആണ്. അതുപോലെ എം എന്ന ലെറ്റർ നമ്മൾ വെക്കുകയെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും സെയിം ആണ്, ഈ ആംഗിളും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആൾട്ടർനേറ്റ് ആംഗിൾ വരുന്നത്. ആൾട്ടർനേറ്റ് ആംഗിളിൻ്റെ ഈ ഒരു ഷേപ്പ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ മറ്റുള്ള ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് നോക്കാം. ഇത് 60 ആയിരുന്നു എങ്കിൽ ഇതും 60 ആണ്. ഓക്കെ, അതാണ് ആൾട്ടർനേറ്റ് ആംഗിളിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. 60 ആയിരുന്നു എങ്കിൽ ഇതും 60 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 60 ആയിരുന്നു എങ്കിൽ ഇതും 60 ആണ്, അതുപോലെ ഇതും 60 ആണ്, ഇതും 60 ആണ്. അപ്പോൾ ഇതും 60 ആണ്. അതാണ് ഈ കൺസെപ്റ്റ് അടുത്തതിൽ വരുന്നുണ്ടോ. ഇതും 60 ആണ്, ഇതും 60 ആണ്. ഓക്കെ, ഇത് 60 ആണെങ്കിൽ ഈ 60 ഓപ്പോസിറ്റ് ആംഗിൾ നമുക്കറിയാം. വെൻ 2 ലൈൻസ് ആർ ക്രോസിങ് ഈച്ച് അതർ ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സെയിം. ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇത് 60 ആണെങ്കിൽ ഇത് 60 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? 180 മൈനസ് 60 ദാറ്റ് ഈസ് 120. ഇത് 120 ആവുമ്പോൾ ഇതും 120 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 120 ആവുമ്പോൾ ഇത് 120 ആവുമ്പോൾ ഈ ആംഗിളും എന്താണ്? ഈ ആംഗിളും 120 ആണ്. കറസ്പോണ്ടിങ് അല്ല, ആൾട്ടർനേറ്റ് ആംഗിളാണ്. ഇത് 120, ഇത് 120. ഇത് 120 ആയാൽ ഇതും 120 ആവുമല്ലോ അല്ലേ? നേരത്തെ കറസ്പോണ്ടിങ് വെച്ചിട്ട് ഇത് 120 ആവും. അപ്പോൾ ഇത് 120 ആയാൽ ഇത് 120, അതുകൊണ്ട് ഇതും 120. അപ്പോൾ ഈ ആംഗിൾസും എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുപോലെ 4 ആംഗിൾസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. 4 പെയർ ഓഫ് ആംഗിൾസ് ആൾട്ടർനേറ്റും 4 പെയർ ഓഫ് ആംഗിൾസ് എന്താണ്? കറസ്പോണ്ടിങ്ങും. ആ ഒരു കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ആംഗിൾ 60 വെച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ള കറസ്പോണ്ടിങ് ആംഗിൾസും ആൾട്ടർനേറ്റ് ആംഗിൾസും നിങ്ങൾക്ക് യു ഹാവ് ടു ഫിൽ. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് ഫിൽ ചെയ്യണം, അതുപോലെ ആൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ ഫിൽ ചെയ്ത് നോക്കാം. ഇതിൽ ആംഗിൾ ACYയും ആംഗിൾ PRYയും ഈക്വൽ ആണ്, 60 ഡിഗ്രി ആണ്, കറസ്പോണ്ടിങ് ആംഗിളാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇത് നോക്കൂ, ഇതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ 180 മൈനസ് 60 120 വരും റൈറ്റ് സൈഡിൽ, ഇവിടെയും 120 വരും. അപ്പോൾ ACXും PRXും സെയിം ആണ്. ACX ഈക്വൽ ടു PRX ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, ഇത് 60 ആണെങ്കിൽ ഇതും 60 ആണല്ലോ. അപ്പോൾ XCB അല്ലെങ്കിൽ BCXും PRXും സെയിം ആണ്, ദാറ്റ് ഈസ് 60 ഡിഗ്രി. പിന്നെ BCYയും QRYയും സെയിം ആണ്, ദാറ്റ് ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഈ ഒരു 4 റോസ് നമുക്ക് ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ആംഗിൾ ACYയും ആംഗിൾ QRXും. ACY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ആംഗിൾ ACY ആംഗിൾ QRX. അപ്പോൾ ഇത് 60 ആയാൽ ഇതും 60 ആണ്, നേരത്തെ പറഞ്ഞ N അല്ലെങ്കിൽ Z എന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇത് 60 ആയാൽ ഇതും 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും 60 ആണ്, പിന്നെ ഇതും 60 ആണ്. അതൊരു ആംഗിൾ. അപ്പോൾ നേരത്തെ ഈ ഫിഗേഴ്സ് ഒന്ന് നോക്കുക, അതിൽ ഏതൊക്കെയാണോ ഈക്വൽ ആയിട്ടുള്ളത് അതെന്ത് ചെയ്യുക? ഇതിലേക്ക് എടുത്തെഴുതുക. ഓക്കെ, അതിൻ്റെ ഒരു കളർ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന കൺസെപ്റ്റ് ആണ്. സപ്ലിമെൻ്ററി ആംഗിൾസ്. ഓക്കെ, നോക്കൂ, ലെറ്റ് us have another look at the picture of 2 parallel lines
കട്ട് ബൈ എ തേർഡ് ലൈൻ. മൂന്നാമതൊരു ലൈന് രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ്. അപ്പോൾ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ 180 കിട്ടണം. ഓക്കെ, അപ്പോൾ ഹൗ മച്ച് ഈസ് മാർക്ക്ഡ് അപ്പർ ആംഗിൾ? ഇവിടെ ഇത് 50 ആണ്, ഇതെത്ര വരും എന്നാണ് ചോദ്യം. ഓക്കെ, അതെത്രയാണ്? ഇത് 50 ആണെങ്കിൽ ഇതെത്രയാണ്? ഇത് 50 ആണെങ്കിൽ ഇത് 180 മൈനസ് 50 130 ആണല്ലോ. ഇത് 130 ആണെങ്കിൽ ഇതും എന്താണ്? 130 ആണ്. ഇതും 130 ആണ് കറസ്പോണ്ടിങ് ആംഗിൾ വെച്ച്. അപ്പോൾ ഇതും എത്രയാണ്? 130 ആണ്. ഓക്കെ, അതാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് 50, അങ്ങനെയാണെങ്കിൽ ഇത് 130, ഇത് 130. ഓക്കെ, എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എല്ലാ ആംഗിൾസ്, ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഓൾ അതർ ആംഗിൾസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഹൗ മച്ച് ഈസ് ദ മാർക്ക്ഡ് അപ്പർ ആംഗിൾ? ഇതെത്രയാണ്? 130. ഓക്കെ, എങ്ങനെ കിട്ടി? ഇത് 50 ആണെങ്കിൽ എന്താണ്? ഇത് 50 ആണെങ്കിൽ ഈ തൊട്ട് കറസ്പോണ്ടിങ് ആംഗിൾ ഇത് 50 ആവും. അപ്പോൾ 50 മൈനസ് എന്താണ്? 180 മൈനസ് 50 130. ഓക്കെ, ഇനി അടുത്ത പെയറാണിത്. ഇത് 130 എങ്ങനെ കിട്ടി? ഇത് 50 വന്നു, ഈ മുകളിലുള്ളത് ഇത് 50 വന്നപ്പോൾ ഇത് 50 വന്നു, അതുകൊണ്ട് ഇത് 130 വന്നു. ഓക്കെ, അങ്ങനെ എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ് എന്ന് പറയാൻ, സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയാൻ ഉള്ള കാരണം അവ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി കിട്ടും. ഇനി നോക്കൂ, ദർ ഈസ് സച്ച് പെയർ ഓഫ് സപ്ലിമെൻ്ററി ആംഗിൾസ് ആർ ലെഫ്റ്റ് ഓഫ് ദി സ്ലാൻഡഡ് ലൈൻ ആൾസോ. ഈ മുകളിലത്തെ പോലെ മുകളിൽ റൈറ്റിലുള്ള സപ്ലിമെൻ്ററി ആംഗിൾ, അതുപോലെ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 130യും 50യും കൂട്ടിയാൽ എന്താണ്? അതും സപ്ലിമെൻ്ററി ആണ്. ഇതും 130യും 50യും 180 ആണല്ലോ. ഇവിടെയും 130യും 50യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് മാത്രം, 130യും 50യും. അപ്പോൾ ഈ സച്ച് ടൈപ്പ് ഓഫ് ആംഗിൾസ്, ദ ആംഗിൾസ് ഈച്ച് ഓഫ് ദീസ് two pairs are called co-interior and co-exterior angles. Co-interior angle എന്ന് പറയുന്നത് ഇത് ഉള്ളിലുള്ളത്. ഓക്കെ, ഉള്ളിലായതുകൊണ്ട് ഇൻറ്റീരിയർ. ഇത് രണ്ടും കോ ഇൻറ്റീരിയർ ആണ്. കോ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്നത് എന്നർത്ഥം. കോ ഇൻറ്റീരിയർ ആംഗിൾസ്. അതുപോലെ പുറത്തുള്ള ഈ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാലും 180 കിട്ടുക, അതിനെ കോ എക്സ്റ്റീരിയർ. ഓക്കെ, ഇത് 130 ആയിരുന്നു, അപ്പോൾ നേരെ പുറത്തുള്ളത് ലീനിയർ പെയർ ആയതുകൊണ്ട് 50 വരും. ഇവിടെ 50 ആയിരുന്നു, നേരെ പുറത്തുള്ളത് 130 വരും. ഇത് രണ്ടും കൂടി കൂട്ടിയാലും എന്താണ്? 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഇത് കോ എക്സ്റ്റീരിയർ. അപ്പോൾ കോ ഇൻറ്റീരിയറും കോ എക്സ്റ്റീരിയറുമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റുള്ള പോർഷൻസ് കവർ ചെയ്യാം. ഓക്കെ, ഇന്ന് ഇത്ര മതി. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയുള്ള നോട്ട്സ് എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് വെക്കുക. ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.